നമസ്കാരം. CMRL കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം സമർപ്പിച്ച സംഭവം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ജൂലൈയിൽ വാദം കേൾക്കാനിരിക്കെ SFIOയെ ഇങ്ങനെ ഒരു നാടകം നടത്തിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്നും പാർട്ടി സെക്രട്ടറി ആരോപിച്ചു. മുഖ്യമന്ത്രിയോ സർക്കാരോ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട ഒരു സഹായവും നൽകിയിട്ടില്ലെന്നും ഇതിൽ സർക്കാർ അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ പ്രതി ചേർത്ത സംഭവത്തിൽ പാർട്ടിയിൽ തൽക്കാലം ചർച്ചയില്ലെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കമ്പനിയും വ്യക്തിയും കേസ് നടത്തും, തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവരട്ടെ, അപ്പോൾ ചർച്ച നടത്താമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിത അന്വേഷണങ്ങളാണെന്നും ഈ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പിണറായിയെ ലക്ഷ്യം വെച്ചാണ് നീക്കമെന്നാണ് പ്രകാശ് കാരാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. പിണറായിക്കെതിരായ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തതോടെ പാർട്ടി നേരിട്ട് കേസ് നടത്തുമോ എന്നാണ് ചോദ്യമുയരുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇത്തരമൊരു നീക്കമുണ്ടായത് പാർട്ടി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതടക്കം അന്വേഷണ ഏജൻസിയുടെ നിലപാടുകൾ നിർണായകമാണ്. വീണ അടക്കമുള്ളവർക്കുടൻ SFIOയെ സമൻസ് അയക്കും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളും ഏറെയുണ്ട്. മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ROC കണ്ടെത്തലും കഴിഞ്ഞ് SFIOയെയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നു. കമ്പനികാര്യ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ SFIOയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ കടതലോടെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുൻപാകെ സമർപ്പിച്ച പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരുന്നു. തുടർ നടപടികൾക്ക് തടസ്സമില്ലെന്ന ദില്ലി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടെ പ്രോസിക്യൂഷൻ നടപടികൾ SFIOയെ വേഗത്തിലാക്കി. അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിലപാടറിയിച്ചിരിക്കുകയാണ് മന്ത്രി P. രാജീവ്. മാസപ്പടി കേസിൽ ഇനി അന്വേഷിക്കാൻ ഒന്നുമില്ലെന്നും 4 കോടതികൾ വ്യക്തമാക്കിയതാണെന്നും മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. മന്ത്രി P. രാജീവിന്റെ അഭിപ്രായത്തിലും ഇത് കൃത്യമായ രാഷ്ട്രീയ പ്രേരിതവും മുഖ്യമന്ത്രിയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതാണെന്നും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് കോടതിയുടെ ക്ലീൻ ചിറ്റ് ലഭിച്ചതാണ്. ഇപ്പോഴത്തെ അന്വേഷണത്തിലെ രാഷ്ട്രീയം വ്യക്തമാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. അതിനിടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെ SFIO പ്രതി ചേർത്തതോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷം അറിയിക്കുന്നത്. മാസപ്പടി കേസിൽ SFIOയെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് പണം ലഭിച്ചതെന്നും അതിനാൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടി നേരിടുന്ന മകളെ പിണറായി വിജയൻ എങ്ങനെ ന്യായീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും SFIOയെ നടത്തിയ അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രോസിക്യൂഷൻ നേരിടണമെന്ന് കമ്പനികാര്യ മന്ത്രാലയം അറിയിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെ ന്യായീകരിക്കാനാവില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളും ഊർജ്ജമാക്കിയെടുത്തുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ്.